ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാത്സിൻ്റെ സ്റ്റഡി വ്ളോഗ് മാത്സ് ചാലഞ്ചിൻ്റെ ഡേ 3 ആണ്. സത്യം പറയാലോ ഗൈസ്, നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. ആനിവേഴ്സറിയുടെ അമ്മയുടെ അച്ഛൻ്റെയും ആനിവേഴ്സറിയുടെ അന്ന് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു, കാര്യം ഞാൻ പുറത്തൊക്കെ പോയി വരുമായിരുന്നു. പക്ഷെ അന്ന് രാത്രി മുതൽ ഫീവർ ആൻഡ് ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് ഫുൾ ഡൗൺ ആണ്. ഇപ്പോഴും ഓക്കെ അല്ല, ഫീവർ ഇത്തിരി ഉണ്ട്, അതുപോലെ തന്നെ തല ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിലും എങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നണമെന്നൊന്ന് നിങ്ങൾ ആലോചിക്കും. സത്യം പറയാലോ, എനിക്ക് നിങ്ങളുടെ ആ ഒരു കമൻസ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വിഷമമാണ്. ശരിക്കും ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോബായിട്ടാണ് കൊണ്ടുപോകുന്നത്, സ്റ്റഡിയിങ്ങിൻ്റെ കൂടെ. സോ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് വീഡിയോ എടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ടു യു ഗൈസ്. എനിക്ക് ശരിക്കും വയ്യാനിട്ടും ഈ വീഡിയോ എടുക്കുന്ന കാര്യം വേറൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ സപ്പോർട്ടും തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യെസ് ഗൈസ്, നമ്മുടെ മാത്സിൻ്റെ ഡേ 3 സ്റ്റഡി ചാലഞ്ചാണ്. അപ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും വയ്യാതിരിക്കുകയാണെന്ന്. നല്ല കുഴപ്പമുണ്ട് സത്യം പറയാലോ. പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കേണ്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഫീവറും അതുപോലെ തന്നെ തലകറക്കുണ്ട്. എന്തോ എന്താ പറയാ, നമുക്ക് തലയിലൊക്കെ ഒന്ന് വെയിറ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. നല്ല സുഖമാണ്, പറയണ പോലെയല്ല. നല്ല എന്താ പറയുക, തലയൊക്കെ കറങ്ങിയ ഒരു വിധമായിട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഭയങ്കര പ്രശ്നമായിരുന്നു, പക്ഷെ ഞാൻ അത് അച്ഛനോട് അവനോടൊന്നും പറഞ്ഞില്ല. ബട്ട് ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. ഇന്ന് എനിക്ക് രാവിലെ കരച്ചിൽ വരുമായിരുന്നു, റിയലി ഒട്ടും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്നിട്ടും പോയിട്ട് സ്ക്രൈബ് എഴുതി, പിന്നെ പാരസെറ്റമോൾ എന്നുള്ള ഒരു മെഡിസിൻ ഉള്ളതും കൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു, അങ്ങനെ പറയാം. ഓക്കെ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാത്സിൻ്റെ സ്റ്റഡി ചാലഞ്ച് ഡേ 3 ആണ്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ആണ് പണി കിട്ടുന്നത്. പക്ഷെ ഞാൻ എന്നിട്ടും എടുക്കാൻ നോക്കിയിട്ടുണ്ട്, മാക്സിമം അടിപൊളിയായിട്ട് തന്നെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് അടുപ്പിച്ച് പിടിക്കുന്നുണ്ടെന്ന്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഗ്യാപ്പിട്ട് പിടിച്ചിട്ടുള്ളത്. ഇത് ഓക്കെ ആണോ ഇല്ലെന്ന് പറയാം കേട്ടോ. ഓക്കെ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാത്സിൻ്റെ സ്റ്റഡി ചാലഞ്ച് ഡേ 2 ആണ്. ബൾബ് പോലെ 2-3 കുരുക്കൾ ഇവിടെ ഒക്കെ ഉണ്ട്, ശ്രദ്ധിക്കേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റഡി ബ്ലോഗിലോട്ട് നേരെ പോവാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നും മറക്കണ്ട. ഞാൻ കമ്മ്യൂണിറ്റിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വീഡിയോ ഇടാൻ പറ്റൂലെന്നൊക്കെ. പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ എന്താ പറയുക, ടേക്ക് കെയർ ഡിയർ, തിരിച്ചു വന്നം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. റിയലി ഞാനിങ്ങനെ എന്താ പറയുക, ഓവർ ആക്ടിങ് അല്ല കേട്ടോ, ഇത് എൻ്റെ സ്വയമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു സോയും ടോയും അവരും പറയുന്നുണ്ടെന്ന്. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. റിയലി ഞാൻ എന്താ പറയാ, ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ പറയുന്നത്, എല്ലാവരും മിക്കവരുടെയും അതൊരു പ്രശ്നം തന്നെയാണ്. നമുക്കത് മാറ്റാൻ പറ്റില്ല, നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. കണ്ടോ, ടോ എന്ന് എനിക്ക് ലാസ്റ്റ് വരുന്നുണ്ട്, അത് ശീലിച്ചു പോയതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു അവർ സ്റ്റഡി വ്ലോഗ്. എങ്കിലും ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ വരുമ്പോൾ നല്ല ലേറ്റ് ആവുമെന്ന് എനിക്കറിയാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ലേറ്റ് ആയിട്ടാണ് എടുത്തത്. ലൈറ്റ് ആയിട്ടെന്നാണ് പറയാൻ വന്നത്. എന്തായാലും ലേറ്റ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വൈകുമെന്ന് എനിക്കറിയാം. സോറി കേട്ടോ ഗൈസ്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ രാത്രിയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട്, ഒട്ടും ലൈറ്റില്ലാന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെല്ലാവരും ചോദിക്കണേ കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കണത്. അത് മാത്രമല്ല ഗൈസ്, ഞാൻ മാത്സ് ഒന്നും അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ 4 ചാപ്റ്റേഴ്സ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ചാപ്റ്റേഴ്സ് എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ സൈലം കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. സൈലത്തിൽ 3 വീഡിയോസാണ് ഇപ്പോൾ ടോട്ടൽ ഉള്ളത്. അവർ 5 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു വീഡിയോയിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് നോക്കി പഠിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 5 ചാപ്റ്റർ വെച്ച് തന്നെ ഒരു വീഡിയോയിൽ കവർ ചെയ്യണതുകൊണ്ട് അതാണല്ലോ നമുക്ക് ലാഭം, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ 2 വീഡിയോ ഇന്നലെ മിനിയാന്നാളായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ലൈവ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, സെറ്റിൻ്റെ ചാപ്റ്റർ മുതൽ. അപ്പോൾ അതും കാണണം, മറ്റേതും കണ്ടു തീർക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ ലൈവ് എന്ന് വെച്ചാൽ സാറ്റർഡേ നടന്ന ലൈവ് ഇത്തിരി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ വിട്ട് കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത്തിരി കണ്ടിട്ടാണ് ഞാൻ ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തിരി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത് കണ്ടിട്ട് ഞാൻ ഇന്നത്തെ ലൈവാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ വീഡിയോസും ഏകദേശം 4 മണിക്കൂറിന് മേലേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും മടുപ്പാണ്, പിന്നെ അതിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാനും മടുപ്പാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പനിയും തലവേദനയുടെ ഇടയ്ക്ക് കൊണ്ട് മാത്സ് എങ്ങനെയാണ് എഴുതണതെന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമായി. കാര്യം മാത്സ് എക്സാമിനാണ് എല്ലായ്പ്പോഴും മാർക്ക് കുറയാറുള്ളത്. അപ്പോൾ ആ ഒരു മാത്സ് എക്സാം ഈ പ്രാവശ്യം നന്നായിട്ട് അച്ചീവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം വരും. എനിക്ക് നല്ല വിഷമമാണ് കേട്ടോ. മാത്രമല്ല ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞല്ലേ ഗൈസ്, നിങ്ങളുടെ ഒരു സപ്പോർട്ടില്ലേ, ആ ഒരു സപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര വാല്യൂബിളാണ്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വർക്ക് പോലെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. സ്റ്റഡിയിങ് ആണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് യൂട്യൂബിന്. അപ്പം ഈ ഒരു യൂട്യൂബ് ഞാൻ മാക്സിമം അപ്ലോഡ് ആക്കാനും എടുക്കാനും എനിക്ക് ഷൂട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അത് മാത്രമല്ല എന്താ പറയുക, ഈ ഒരു സ്റ്റഡിയിങ്ങിൻ്റെ കൂടെ ഈ ഒരു വീഡിയോവും എനിക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ശരിക്കും ഇപ്പോൾ സ്റ്റഡി വ്ളോഗ്സ് അപ്ലോഡ് ആക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതുപോലത്തെ സ്റ്റഡി വ്ളോഗ്സൊക്കെ അപ്ലോഡ് ആക്കണത്. ഞാനിങ്ങനെ കട്ടായിട്ടാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോറടിക്കും എന്നുള്ള വാക്ക് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും മാക്സിമം 10 മിനിറ്റ്സിന് മേലെയാണ് വെക്കാനായിട്ട് നോക്കാറുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോസൊക്കെ 25 മിനിറ്റൊക്കെ കാണാം. എനിക്കതൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് മാക്സിമം ഞാൻ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് അത്രയൊക്കെ പോകാറുള്ളൂ. അതിന് കൂടുതൽ പോവുകയാണെങ്കിൽ അത്രയ്ക്ക് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് വേണം. പിന്നെ ആണെങ്കിൽ ഞാൻ കുറേ പ്ലാൻസൊക്കെ എന്താ പറയുക ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. SSLC സ്റ്റുഡൻ്റ് ആവാൻ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വിഷസ് എന്തൊക്കെയാണെന്ന് എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. ഇനി അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ള കാര്യങ്ങളും പറയണം എന്നുണ്ടായിരുന്നു 10th അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ ടോട്ടോ ഈ വിളി നിങ്ങളധികം ശ്രദ്ധിക്കേണ്ട ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, അല്ലാതെ ഞാൻ ഇങ്ങനെ എന്താ പറയുക പറയാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതേ അല്ല. എൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് എൻ്റെ ടോക്കറ്റീവിൽ നിന്ന് വരുന്നതാണ് ആ ഒരു ടോട്ടോ വിളി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ വിഷ് ടു ഡു ആഫ്റ്റർ 9th എന്നൊക്കെ ഉള്ള ഓരോ വീഡിയോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും അപ്ലോഡ് ആക്കാം കേട്ടോ. ഈ ഒരു വീഡിയോസിൻ്റെയൊക്കെ കോണ്ടൻറ്റ് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഈ പണ്ടാറ ഹെൽത്ത് ഇഷ്യൂസ് വന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് ഗൈസ്, ഒരു വഴിയില്ല. അപ്പോൾ എന്തായാലും ഇത് മാറണവരെ കാത്തിരിക്കണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ആക്കാനും നോക്കാം കേട്ടോ. ഇത് മാത്രമല്ല ഗൈസ്, ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്ന ടൈമിൽ നമുക്ക് പനി പിന്നെയും സഹിക്കാം. പക്ഷേ ഇല്ല, തലവേദന നല്ല സുഖമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2-3 പ്രാവശ്യം ക്ലാസ് കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. സാധാരണ എനിക്ക് 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഞാൻ 3-4 പ്രാവശ്യം കേട്ടിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഈ തലവേദന കാരണമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ ബ്രെയിനിന് ഭയങ്കര പ്രശ്നം പറ്റിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇയർ ബാലൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ലൈവ് എടുത്തിട്ട് പ്രിസത്തിൻ്റെ അത് ഇത്തിരി കേൾക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇത്തിരിയോട് ഞാൻ കേട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് എന്താ പറയുക അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വീഡിയോയുടെ ഇത്തിരി കേട്ടിട്ടുണ്ടായിരുന്നു, ബാക്കി ഞാൻ ഇതുകൂടി കേൾക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഫുള്ള് കണ്ടു കഴിയുക എന്ന് പറയുന്നത് എനിക്കെന്തോ ഒരു ചാലഞ്ച് പോലെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എന്താ പറയുക അതിൻ്റെ ഇത്തിരി കണ്ടിട്ട് ഇത് കാണാമെന്ന് വിചാരിച്ചത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലെന്ന് വെച്ചോ, അത് കണ്ടില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കുകയുള്ളൂ, ഞാൻ ഈ ഒരു വീഡിയോ മാത്രം കണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ കണ്ടു വെച്ചിരിക്കണേ കൊണ്ട് എനിക്കത് ഫുള്ളായിട്ട് കാണണം എന്നുള്ളൊരു എന്താ പറയുക ഇത് വരും, ഒരു മൈൻഡ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇത്തിരി കണ്ടിട്ടാണ് ഈ ഒരു പ്രിസത്തിൻ്റെ ചാപ്റ്റർ കേട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ലെന്ന്. സത്യം ഞാനിപ്പോൾ ശരിക്കും 4 ചാപ്റ്റേഴ്സ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും എനിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. 6 ദിവസം 7 ദിവസം അടുപ്പിച്ച് നമുക്ക് കിട്ടിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ സൈലത്തിൻ്റെ ലൈവ് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ളത് പഠിക്കാനായിട്ട് നോക്കുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവിൽ തന്നെ ഇവർ 5 ചാപ്റ്റേഴ്സിൻ്റെയും പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഭയങ്കര യൂസ്ഫുൾ ആവും. നിങ്ങളും സൈലത്തിൻ്റെ ലൈവ് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ജൂപ്പോട്ടോ എക്സാമിനോസോ റെഫർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഗൈസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളെ ആർട്ട് എഡ്യൂക്കേഷനിൽ പഠിക്കണമെന്ന്.
ഒരാവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നോളജ് വെച്ചാൽ എഴുതാൻ പറ്റും. ഞാൻ പഠിക്കാറൊന്നുമില്ല കേട്ടോ. എനിക്ക് അത് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാക്സിമം വരുന്നുണ്ടാവുക. അപ്പോൾ മാത്സിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. നാളത്തെ എക്സാമിൽ ശരിക്കും ഒരു വാല്യൂ ഇല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്സ് പഠിക്കുന്ന ടൈമിലാണ് ഈ ആർട്ട് എഡ്യൂക്കേഷൻ പോയി എഴുതേണ്ട വരുന്നത്. അതും 4:15 വരെ. ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. ഇനി എവിടെയെങ്കിലും പോയി ഒന്ന് കിടക്കണം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. സോ ബൈ ഡിയേഴ്സ്.